Dear friends, welcome back to VKP Commerce Education. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് ഫസ്റ്റ് ലോ ഓഫ് മാർക്കറ്റ് എന്നറിയപ്പെടുന്ന ലോ ഓഫ് ഡിമാൻഡിനെ കുറിച്ചാണ്. ആദ്യം നമുക്ക് മീനിങ് ഓഫ് ഡിമാൻഡിലോട്ട് നോക്കാം. മീനിങ് ഓഫ് ഡിമാൻഡിൽ പ്രത്യേകമായിട്ട് പറയപ്പെടുന്നത് നിങ്ങൾക്കൊരു ഡിസയർ ഉണ്ടാവണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിന് ബാക്ക് ചെയ്യുന്നതിന് നിങ്ങൾക്കൊരു വില്ലിങ്നെസ് ടു പേ ഉണ്ടായിരിക്കണം. ആ സാധനം മേടിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് കയ്യിൽ പണം ഉണ്ടായിരിക്കണം, അത് ചെലവഴിക്കാനുള്ള മനസ്സും ഉണ്ടായിരിക്കണം. ഇതിന് എല്ലാം കൂടി ചേരുമ്പോൾ മാത്രമേ അവിടെ ഒരു ഡിമാൻഡ് എന്നുള്ള ഇക്കണോമിക്സിൽ ഡിമാൻഡ് എന്ന കൺസെപ്റ്റ് ജനറേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അവിടെ എന്ത് വേണം? ആദ്യം നിങ്ങൾക്കൊരു ഡിസയർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ എന്ത് വേണം? ഇറ്റ് ഈസ് ബാക്ക്ഡ് ബൈ വില്ലിങ്നെസ് ടു പേ. നിങ്ങൾക്കത് വാങ്ങുന്നതിനും അതിന് പണം ചെലവഴിക്കുന്നതിനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. പിന്നെ എന്ത് വേണം? എബിലിറ്റി. നിങ്ങൾക്ക് ആ സാധനം മേടിക്കുന്നതിനുള്ള എബിലിറ്റിയും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇക്കണോമിക്സ് നമുക്കതിനെ ഡിമാൻഡ് എന്ന് പറയാൻ കഴിയുള്ളൂ. സോ ഇറ്റ്സ് എ ഡിസയർ വിച്ച് ഈസ് ബാക്ക്ഡ് ബൈ വില്ലിങ്നെസ് ടു പേ ആൻഡ് എബിലിറ്റി ടു പേ. സോ ഇൻ ഷോർട്ട്, ഇറ്റ്സ് ആൻ ഇഫക്റ്റീവ് ഡിസയർ. വളരെ ഫലപ്രദമായ ഡിസയറിനെയാണ് നമുക്ക് എന്ത് പറയാൻ കഴിയുക? ഡിമാൻഡായിട്ട് പറയാൻ കഴിയുക. സോ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഈസ് ദ ക്വാണ്ടിറ്റി അറ്റ് വിച്ച് ദ കൺസ്യൂമേഴ്സ് ആർ ഏബിൾ ആൻഡ് വില്ലിങ്നെസ് ടു ബൈ അറ്റ് വേരിയസ് പ്രൈസസ് ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. ഒരു പർട്ടിക്കുലർ ടൈം പീരിയഡിൻ്റെ ഉള്ളിൽ ആളുകൾ എത്ര ക്വാണ്ടിറ്റി സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, അതും ഏത് പ്രൈസിൽ എന്നുള്ളതാണ് മീനിങ് ഓഫ് ഡിമാൻഡിൽ പറയുന്നത്. ഒരു പർട്ടിക്കുലർ പ്രൈസിൽ കൺസ്യൂമേഴ്സ് ഒരു പർട്ടിക്കുലർ ടൈം പീരിയഡിൻ്റെ ഉള്ളിൽ എത്ര ക്വാണ്ടിറ്റി സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് വരാം. ഫസ്റ്റ് ലോ ഓഫ് മാർക്കറ്റ് ആയിട്ടുള്ള ലോ ഓഫ് ഡിമാൻഡിനെ കുറിച്ച് നോക്കാം. There is inverse relationship between price of a commodity and the quantity demand is known as law of demand. അവിടെ എന്താ പറഞ്ഞിട്ട്? There is an inverse. Inverse means there is a negative relationship between ആരൊക്കെ തമ്മിലാണ്? പ്രൈസ്. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ്? പ്രൈസും അതിന് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് തമ്മിലും ഇൻവേഴ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പാണ് ഉള്ളത്. അപ്പോൾ എന്താ പറയുക? വളരെ സിമ്പിളായിട്ട് it is the inverse relationship between price and of a commodity and the quantity demanded. In economics, this relationship is known as law of demand. അവിടെ സംഭവിക്കുന്നത് പ്രൈസും കമ്മോഡിറ്റിയും തമ്മിൽ ഒരു നെഗറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് ഉണ്ടാകുന്നത്. അതായത് പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുകയും അതുപോലെ തന്നെ പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ദ ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ്സ് ദാറ്റ് ഹയർ പ്രൈസസ് ലോവർ ക്വാണ്ടിറ്റി വിൽ ബി ഡിമാൻഡഡ് ആൻഡ് അറ്റ് ലോവർ പ്രൈസസ് ഹയർ ക്വാണ്ടിറ്റി വിൽ ബി ഡിമാൻഡഡ് ഇഫ് അതർ തിങ്സ് ആർ റിമൈനിങ് ഈക്വൽ. മറ്റുള്ള കാര്യങ്ങളെല്ലാം അതുപോലെയാണ് എങ്കിൽ, അല്ലെങ്കിൽ മറ്റു ഫാക്ടേഴ്സ് എല്ലാം കോൺസ്റ്റന്റ് ആണ് എങ്കിൽ ഹയർ പ്രൈസിൽ ലോവർ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുകയും ലോവർ പ്രൈസിൽ ഹയർ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യപ്പെടുകയും ചെയ്യും. ഒരു കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം ഒരു മാർക്കറ്റിൽ ഒരു പർട്ടിക്കുലർ പ്രൈസിൽ എത്രത്തോളം ഗുഡ്സ് അയാൾ പർച്ചേസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഡിമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ഡിമാൻഡിൻ്റെ ഒന്നാം നിയമം അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഒന്നാം നിയമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ലോ ഓഫ് ഡിമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറ്റ് ഹയർ പ്രൈസിൽ എന്ത് ചെയ്യുന്നു? ലോവർ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നു. ഹയർ പ്രൈസിൽ ലോവർ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യപ്പെടുന്നു. നേരെ തിരിച്ച് ഹയർ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യപ്പെടുന്ന എപ്പോഴാണ്? ലോവർ പ്രൈസ് ഉണ്ടാകുമ്പോഴാണ് ഹയർ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യപ്പെടുന്നത്. ഈ ഒരു കൺസെപ്റ്റിനെയാണ് എന്ത് പറയുന്നത്? ലോ ഓഫ് ഡിമാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂടിയ വിലയിൽ കുറഞ്ഞ ക്വാണ്ടിറ്റിയും കുറഞ്ഞ വിലയിൽ കൂടിയ ക്വാണ്ടിറ്റിയും പർച്ചേസ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷനാണ് അല്ലെങ്കിൽ നിയമമാണ് എന്ത്? ലോ ഓഫ് ഡിമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്കോർഡിംഗ് ടു സാമുവൽസൺ, ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ്സ് ദാറ്റ് പീപ്പിൾ വിൽ ബൈ മോർ അറ്റ് ലോവർ പ്രൈസസ് ആൻഡ് ബൈ ലെസ് അറ്റ് ഹയർ പ്രൈസസ്. നമ്മൾ നേരത്തെ പറഞ്ഞതിന് മറ്റൊരു ഡെഫിനേഷനായിട്ട് പറഞ്ഞു. എങ്ങനെയാണ്? പീപ്പിൾ വിൽ ബൈ മോർ. എപ്പോഴാണ് കൂടുതൽ മേടിക്കുന്നത്? അറ്റ് ലോവർ പ്രൈസിൽ കൂടുതലായിട്ട് ബൈ ചെയ്യും. ദെൻ അതുപോലെ തന്നെ ഹയർ പ്രൈസിൽ എന്ത് ചെയ്യും? ലോവർ ആയിട്ട് തന്നെ ബൈ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവിടെ എന്തുണ്ട്? ദർ ഈസ് എ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് കമ്മോഡിറ്റി ഓർ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ഓക്കെ, Sir, there is a relationship exists or described by the law of demand is an inverse or
നെഗറ്റീവ് റിലേഷൻഷിപ്പ് ബിക്കോസ് ദ വേരിയബിൾസ് മൂവ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഈ രണ്ട് വേരിയബിളും മൂവ് ചെയ്യപ്പെടുന്നത്. എന്തുകൊണ്ട് അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നോക്കൂ, പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണ് എങ്കിൽ സ്വാഭാവികമായും ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്രീസ് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ പ്രൈസ് ഡിക്രീസ് ചെയ്യുകയാണ് എങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. ഇവിടെ എന്ത് സംഭവിക്കും, ദർ ഈസ് എ നെഗറ്റീവ്, അവ തമ്മിൽ ഒരു നെഗറ്റീവ് റിലേഷൻഷിപ്പാണ്. പ്രൈസ് കൂടുകയും ചെയ്യുന്നു, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നു, അവിടെ ഒരു നെഗറ്റീവ് റിലേഷൻഷിപ്പാണ്. സോ ദ ലോ ഓഫ് ഡിമാൻഡ് ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് ലോ ഓഫ് ദി മാർക്കറ്റ്. മാർക്കറ്റിൻ്റെ ഒന്നാം നിയമമായിട്ടാണ് ലോ ഓഫ് ഡിമാൻഡിനെ കൺസിഡർ ചെയ്യുന്നത്. ദ ലോ ഓഫ് ഡിമാൻഡ് വാസ് പ്രൊപ്പൗണ്ടഡ് ബൈ, ആരാണ് ഈ ഒരു ലോ ഓഫ് ഡിമാൻഡ് കൊണ്ടുവന്നത്? ഇറ്റ് ഈസ് ആൽഫ്രഡ് മാർഷൽ. ആൽഫ്രഡ് മാർഷലിൻ്റെ കൺസെപ്റ്റാണ് ഈ ഒരു ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ദെൻ എന്തുകൊണ്ടാണ് നമ്മൾ ലോ എന്ന് പറയുന്നത് എന്ന് നോക്കാം. ഇറ്റ് ഈസ് അപ്ലൈഡ് ടു എവരി ബയർ, അല്ലെങ്കിൽ ഇറ്റ്സ് വൈഡ്ലി അപ്ലൈഡ് ടു ബയർ ബിഹേവിയർ. എല്ലാ കൺസ്യൂമേഴ്സിനെയും അല്ലെങ്കിൽ എല്ലാ ബയേഴ്സിനെയും സംബന്ധിച്ചിടത്തോളം ഏകദേശം അപ്ലൈ ചെയ്യുന്ന ഒരു ബിഹേവിയർ, ബൈയിങ് ബിഹേവിയർ എന്ന് പറയുന്നത് ലോ ഓഫ് ഡിമാൻഡിൻ്റേത് സെയിം ആയിരിക്കും എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ ലോകത്തെ എവിടെയുള്ള കസ്റ്റമേഴ്സിൻ്റെയും അല്ലെങ്കിൽ ബയറുടെയും കേസ് എടുത്തു കഴിഞ്ഞാൽ പ്രൈസ് കൂടുമ്പോൾ സാധനങ്ങൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യപ്പെടുന്നത് കുറയുകയും പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് ഹയർ ആവുകയും ചെയ്യും. മറ്റു കണ്ടീഷൻസ് എല്ലാം അല്ലെങ്കിൽ മറ്റു ഫാക്ടേഴ്സ് എല്ലാം കോൺസ്റ്റൻ്റ് ആകുമ്പോൾ എക്സെൻട്രിക് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സെപ്ഷണൽ സിറ്റുവേഷൻസും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ മറ്റുള്ള കണ്ടീഷൻസ് എല്ലാം അതുപോലെയാണെങ്കിൽ ലോ ഓഫ് ഡിമാൻഡ് പ്രകാരം if price increases the quantity demand will be decreases and vice versa എന്ന് ആയിരിക്കും. ഓക്കെ, താങ്ക് യു.